വർഷം നവംബറിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഏതാണ്ട് 2 ആഴ്ച മുൻപാണ് കോൺഗ്രസ് കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള തങ്ങളുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചത്. അന്നത്തെ പ്രഖ്യാപനത്തിൽ ഏറെ കൗതുകമുയർത്തിയത് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ AK ഹഫീസിന്റേതാണ്. ഇത് വളരെ കൗതുകമുയർത്തുന്ന ഒന്നായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ വളരെ അതിശയോക്തിയോടുകൂടിയാണ് ദൃശ്യമാധ്യമങ്ങൾ സ്വീകരിച്ചത്. എന്തിനേറെ, ഒരു അവതാരകൻ തന്റെ റിപ്പോർട്ടറുടെ അടുത്ത് ചോദിച്ചത് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 25 കൊല്ലമായി കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM അല്ലേ? ഇത്തരമൊരു പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് ഇവിടെ തോൽവി സമ്മതിക്കുകയാണോ? പക്ഷേ ഡിസംബർ 13-ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അവ അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളത്തിനെ ആകെ ഞെട്ടിച്ചു. എറണാകുളം, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളോടൊപ്പം കൊല്ലവും UDF നേടിയെടുത്തു എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ തലക്കെട്ട്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. 2016-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ കണ്ടത് LDFന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. 2021-ലാകട്ടെ ജില്ലയിലെ 11 സീറ്റിൽ 9 എണ്ണമാണ് LDF നിലനിർത്തിയത്. കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും മാത്രമാണ് അന്ന് UDFന് ആശ്വാസ വിജയം നേടാനായത്. ഇത്തവണത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ വിജയം UDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയാണ് നൽകുന്നത്. കൊല്ലം, ഇരവിപുരം, ചടയമംഗലം, ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചാത്തന്നൂർ, കുണ്ടറ എന്നിവയാണ് ഈ ജില്ലയിലെ അസംബ്ലി മണ്ഡലങ്ങൾ. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSPയിലെ NK പ്രേമചന്ദ്രന്റെ ഹാട്രിക് വിജയത്തിന് പിന്നിൽ ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ നേടിയ അധിക വോട്ടുകളാണ്. ഇത് UDFന് മറ്റൊരു അനുകൂല ഘടകമാണ്. കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ LDFന് അന്ന് 2578 വോട്ടുകൾക്ക് ലീഡ് ചെയ്തെങ്കിൽ ഏപ്രിലിൽ ബിന്ദു കൃഷ്ണയിലൂടെ ഇത് മറികടന്ന് വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉത്തമ വിശ്വാസം. ഇരവിപുരത്താകട്ടെ 2021-ൽ M നൌഷാദ് വിജയം കണ്ടത് വലിയ ഭൂരിപക്ഷത്തോടെയാണെങ്കിൽ ഡിസംബറിൽ ഇത് വെറും 1015 കുറഞ്ഞു എന്നുള്ളതും കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ തെളിവാണ്. ജില്ലയിലെ 4 മണ്ഡലങ്ങളിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF മുന്നിട്ട് നിന്നത്. ഇവ ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പത്തനാപുരം എന്നിവിടങ്ങളാണ്. RSP നേതാവായ ഷിബു ബേബി ജോൺ ആയിരിക്കും ചവറയിൽ മത്സര രംഗത്തുണ്ടാകുക. ഇവിടെ ലഭിച്ച 7796 അധിക വോട്ടുകൾ ഷിബുവിന്റെ വിജയം സുനിശ്ചിതമാക്കുമെന്ന് നമുക്കിപ്പോൾ കരുതാം. കഴിഞ്ഞ പ്രാവശ്യം യുവനേതാവ് CR മഹേഷിന്റെ കരുനാഗപ്പള്ളിയിലെ വിജയം ഇതിനോടകം തന്നെ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ UDFന്റെ ലീഡ് 4646 ആയിരുന്നു. മഹേഷ് 2021-ൽ നേടിയ ലീഡിനൊപ്പം എത്തിയില്ല എങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥിയിലൂടെ വീണ്ടും കരുനാഗപ്പള്ളി നിലനിർത്താമെന്ന് UDF വിശ്വസിക്കുന്നുണ്ട്. ഈ ജില്ലയിൽ ഏറെ പണിപ്പെടാതെ UDFന് LDFിൽ നിന്നും കുന്നത്തൂർ മണ്ഡലം പിടിച്ചടക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ മുന്നിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ MLA ആയ കോവൂർ കുഞ്ഞുമോനും 2021-ൽ പരാജയപ്പെട്ട ഉല്ലാസ് കോവൂറും തമ്മിലുള്ള ഒരു പ്രതികാര മത്സരമായിരിക്കും വരുന്ന ഏപ്രിലിൽ ഇവിടെ നടക്കുക. LDFന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടായാൽ പോലും നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കുണ്ടറയിൽ നിന്ന് വിജയം കണ്ടത് 10,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമായിരുന്നു. ഡിസംബറിൽ ഈ ലീഡ് വെറും 144 വോട്ടുകളാണെന്നുള്ള കാര്യം LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്നും 3 വട്ടം MLA ആയ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവും കൊട്ടാരക്കരയിലെ മത്സര ചിത്രത്തെ തന്നെ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ഏപ്രിലിൽ ഇവിടെ നടക്കുന്നത് ഒരു കടുത്ത പോരാട്ടമായിരിക്കും എന്നത് തീർച്ച. ഏവരും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണാൻ സാധ്യതയുള്ള മറ്റൊരു മത്സരം പത്തനാപുരത്തായിരിക്കും. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ തുടർച്ചയായി 6 തവണ വിജയം കണ്ട മണ്ഡലമാണിതെങ്കിലും ഇവിടെ ഡിസംബറിൽ മുന്നിട്ട് നിന്നത് 2597 വോട്ടുകളോടെ UDF ആണ്. ഗണേഷിനെ വീണ്ടും എതിർക്കുന്നത് കോൺഗ്രസ് വക്താവും ജനറൽ സെക്രട്ടറിയായ ജ്യോതികുമാർ ചാമക്കാലയായിരിക്കും. കഴിഞ്ഞ തോൽവിക്ക് ശേഷം ചാമക്കാല പത്തനാപുരത്ത് സ്ഥിരം സാന്നിധ്യമാണെന്നുള്ളത് ഈ മത്സരത്തിന്റെ പോരാട്ട വീര്യം കൂട്ടുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കുണ്ടറയിൽ UDF 4258 വോട്ടുകൾക്കാണ് LDFനെ പിന്നിലെത്തിച്ചത്. എന്നാൽ നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റായ PC വിഷ്ണുനാഥിനെ തന്നെ ഈ മണ്ഡലം വീണ്ടും തുണയ്ക്കുമെന്നത് തന്നെയാണ് പരക്കെയുള്ള വിശ്വാസം. ഒരു അന്തിമ വാക്ക് ഇപ്പോൾ ലഭിച്ചില്ല എങ്കിലും പുനലൂരിലെ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏറെ ചർച്ചകളാണിപ്പോൾ നടന്നു വരുന്നത്. CPIയിലെ PS സുപാലാണ് ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ MLA. ഈ അടുത്തിടെ CPMൽ നിന്ന് രാജിവെച്ച മുസ്ലിം ലീഗിൽ ചേർന്ന സുജാ ചന്ദ്രബാബുവിനാണ് ഇത്തവണ UDF നറുക്കു വീഴുന്നത്.
കൗതുകത്തോടെയാണ് രാഷ്ട്രീയ കേരളം ഇത് നോക്കിക്കാണുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ വെച്ച് നോക്കിയാൽ കൊല്ലം, ഇരവിപുരം, ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര, കുണ്ടറ എന്നീ മണ്ഡലങ്ങൾ UDF നേടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയെങ്കിൽ LDFന് ചടയമംഗലം, പുനലൂർ, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങൾ കൊണ്ട് തൃപ്തി അടയേണ്ടി വരും. ഇങ്ങനെ സംഭവിച്ചാൽ നിലവിലെ മന്ത്രിസഭയിലെ 2 പ്രബല മന്ത്രിമാരുടെ പരാജയത്തിനും നമ്മൾ സാക്ഷ്യം വഹിക്കും. അവസാനമായി തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിന്റെ കണക്കുകളും വിജയസാധ്യതയുമായി നാളെ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.